നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം കലക്കിയത് തന്നെയെന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂരം കലക്കാൻ ആസൂത്രിതമായ ശ്രമം നടന്നതായും മുഖ്യമന്ത്രി. നടന്നത് കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം അട്ടിമറിക്കാനുള്ള കാര്യങ്ങൾ. ADGP MR അജിത് കുമാർ നൽകിയ അന്വേഷണ റിപ്പോർട്ട് പോരായ്മകൾ നിറഞ്ഞത്. പൂരം അലങ്കോലപ്പെട്ടതിൽ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചു. ത്രിതല അന്വേഷണമാണ് നടക്കുക. കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം നടത്തുക ക്രൈംബ്രാഞ്ച് ADGP H വെങ്കിടേഷ്. ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഇന്റലിജൻസ് ADGP മനോജ് അബ്രഹാമും ADGP അജിത് കുമാറിന്റെ വീഴ്ച DGP ദർബേർ സാഹിബും അന്വേഷിക്കും. തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് പരിഹാസച്ചിരി ഉപേക്ഷിച്ച് മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകണമെന്നും സതീശൻ. സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി 1000 വട്ടം നുണ പറയുകയാണെന്നും ആരോപണം. പൂരപ്രേമികളെ പൂരം കലക്കികളാക്കരുതെന്ന് തിരുവമ്പാടി ദേശം. നടത്തേണ്ടത് CBI അന്വേഷണമെന്ന് പാറമേക്കാവ് ദേവസ്വം. ത്രിതല അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് മുൻ മന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാർ. പാർട്ടിയോടും സർക്കാരിനോടും യോജിച്ചു നിന്നുകൊണ്ട് മാത്രമേ വിയോജിപ്പുകൾ രേഖപ്പെടുത്താനാകൂവെന്നും സുനിൽകുമാർ. സംസ്ഥാന സ്കൂൾ കലോത്സവ സമയങ്ങളിൽ മാറ്റം. ഡിസംബറിൽ NAS പരീക്ഷ നടക്കുന്നതിനാലാണ് മാറ്റമെന്ന് മന്ത്രി V ശിവൻകുട്ടി. കലോത്സവം 2025 ജനുവരി ആദ്യവാരത്തിൽ. മാനുവലിൽ മാറ്റം വരുത്തി. തദ്ദേശ നൃത്ത രൂപങ്ങൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതായും മന്ത്രി. പാർലിക്കാട് വ്യാസ കോളേജിന് മുന്നിൽ തോരണങ്ങൾ സ്ഥാപിക്കുന്നതിനെ ചൊല്ലി തർക്കം. KSU SFI പ്രവർത്തകർ ഏറ്റുമുട്ടി. പ്രകോപിതരായ വിദ്യാർത്ഥി നേതാക്കളെ ശാന്തരാക്കിയത് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി. കോളേജിന് മുന്നിൽ സംഘർഷം പതിവെന്ന് നാട്ടുകാർ. കലാലയങ്ങൾ സംഘർഷമില്ല ഇടങ്ങളാക്കി മാറ്റണമെന്ന് ആവശ്യം. സംസ്ഥാന പാതയിൽ കുറ്റിയങ്കാവ് ജംഗ്ഷൻ അപകട കേന്ദ്രമാകുന്നു. സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം. കാറിന്റെ മുൻവശവും ബസിന്റെ വശവും തകർന്നു. നിരന്തര അപകടങ്ങൾ ഇല്ലാതാക്കാൻ ശക്തമായ നടപടി വേണമെന്ന് നാട്ടുകാർ. എംപോക്സ് കേസുകൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക. പ്രതിരോധത്തിന് ശക്തമായ നടപടികളുമായി ആരോഗ്യവകുപ്പ്. മൂളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദഗ്ധരുടെ യോഗം. രോഗനിർണയം, ചികിത്സാ നിയന്ത്രണം എന്നിവയിൽ ചർച്ചകളും കർമ്മ പദ്ധതി തയ്യാറാക്കലും നടന്നു. രാജ്യത്തെ ജയിലുകളിൽ പ്രവേശിപ്പിക്കുന്നവരുടെ രേഖകളിൽ ഇനി ജാതിക്കോളമില്ല. ജാതി അടിസ്ഥാനത്തിൽ തൊഴിൽ വിഭജിച്ച് നൽകുന്ന നടപടിക്ക് സുപ്രീം കോടതിയുടെ കടിഞ്ഞാൺ. ജയിലുകളിൽ തുടരുന്ന ജാതി വിവേചനം തടയാൻ മാർഗനിർദ്ദേശം പുറത്തിറക്കി. ഗജരാജൻ കുട്ടംകുളങ്ങര ശ്രീനിവാസൻ ഇനി ആവേശസ്മരണ. വിടർന്ന കൊമ്പഴകിന്റെ പ്രതീകം ചൊരിഞ്ഞു. 1 മാസത്തോളമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു കൊമ്പൻ. 1981 ആഗസ്റ്റ് 14 തമിഴ്നാട്ടിലെ വണ്ടൂർ മൃഗശാലയിലാണ് ജനനം. ശ്രീനിവാസന് 100 കണക്കിന് പേരുടെ അന്ത്യാഞ്ജലി. ഈ തെരുവ് നായ്ക്കളെ ഒഴിവാക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി. ഇനി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന നായ വളർത്തൽ കേന്ദ്രത്തിലാണെങ്കിലും വിരോധമില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് ബന്ധപ്പെട്ട എല്ലാവരോടും ജനനിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നു. വടക്കാഞ്ചേരി നഗരസഭയിലെ ആക്രമണകാരികളായ തെരുവു നായ്ക്കളെ പിടികൂടി പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് പരിസ്ഥിതി സംഘടന ജനനി. മാരാത്തുകുന്ന് ഡിവിഷനിൽ വിദ്യാർത്ഥികളെ ആക്രമിക്കാനൊരുങ്ങിയ തെരുവു നായക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ ഭീതി പരത്തുന്നതാണെന്ന് പ്രസിഡന്റ് V അനിരുദ്ധൻ. ABC പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ആവശ്യം.